2025 2 മാസങ്ങൾ പിന്നിടുമ്പോൾ തമിഴ് സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ല സമയമാണ്. കഴിഞ്ഞ വർഷം ആദ്യ 3 മാസങ്ങളിൽ ഒരു ഹിറ്റ് പോലും ഉണ്ടാകാതിരുന്നിടത്ത് 3 ഹിറ്റ് സിനിമകളാണ് ഈ 2 മാസത്തിനിടയിൽ തമിഴിൽ ഉണ്ടായിരിക്കുന്നത്. അതേസമയം സൂപ്പർ താരങ്ങളായ അജിത്തും രവിമോഹനും തിയേറ്ററിൽ കാര്യമായ ചലനമുണ്ടാക്കാൻ ആയില്ലത് നിരാശയുണ്ടാക്കുന്നു. മദഗധരാജ, കുടുംബസ്ഥൻ, ഡ്രാഗൺ എന്നിവയാണ് ഈ 2 മാസത്തിനിടയിൽ കളക്ഷൻ നേട്ടമുണ്ടാക്കിയ 3 സിനിമകൾ. പൊങ്കൽ റിലീസായി എത്തിയ വിശാൽ സുന്ദർ സി ചിത്രം മദഗധരാജൻ ഞെട്ടിക്കുന്ന പ്രകടനമായിരുന്നു ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ചത്. ഷൂട്ടിംഗ് കഴിഞ്ഞ് 12 വർഷത്തിനു ശേഷം തിയേറ്ററിലെത്തിയ ചിത്രത്തിന് വൻപൻ വരവേൽപ്പാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി മോശം സിനിമകളുമായി പരാജയത്തിലായിരുന്ന വിശാലിന്റെ തിരിച്ചുവരവ് കൂടിയാണ് മദഗജരാജ. 56 കോടിയാണ് സിനിമയുടെ ആഗോള കളക്ഷൻ. ഒപ്പം ഇറങ്ങിയ രവിമോഹൻ സിനിമയായ കാതിലേക്ക് നേരുമല്ല എന്ന സിനിമയെ മറികടന്നായിരുന്നു വിശാലിന്റെ സിനിമയുടെ കുതിപ്പ്. മണികണ്ഠൻ നായകനായി എത്തിയ കുടുംബസ്ഥൻ ഫാമിലി പ്രേക്ഷകരുടെ സപ്പോർട്ടോടെ വിജയം കൈവരിച്ച സിനിമയാണ്. രാജേഷ് കാളസ്വാമി സംവിധാനം ചെയ്ത ചിത്രം മണികണ്ഠന്റെ തുടർച്ചയായ 3ാമത്തെ ഹിറ്റ് സിനിമയാണ്. 25.93 കോടിയാണ് സിനിമയുടെ ആഗോളതലത്തിലെ കളക്ഷൻ. മികച്ച പ്രകടനം നേടിയ സിനിമ മണികണ്ഠന്റെ പ്രകടനം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. പ്രദീപ് രംഗനാഥനെ നായകനാക്കി അശ്വൻ മാരിമുത്ത് ഒരുക്കിയ ഡ്രാഗനാണ് സ്കിറ്റിലേക്ക് കുതിക്കുന്ന 3ാമത്തെ സിനിമ. ഫെബ്രുവരി 21 പുറത്തിറങ്ങിയ സിനിമയ്ക്ക് മികച്ച അഭിപ്രായമാണ് ലഭിക്കുന്നത്. സിനിമയിൽ പ്രദീപിന്റെ പ്രകടനം ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. 2 ദിവസം കൊണ്ട് 14 കോടിയാണ് സിനിമയുടെ കളക്ഷൻ. ആദ്യ ദിവസം സിനിമ 6 കോടി നേടിയപ്പോൾ 2ാം ദിവസം 8.75 കോടിയായിട്ട് ഉയർന്നു. ചിത്രം ഉടൻ തന്നെ 100 കോടി ക്ലബിലെത്തുന്ന ട്രെയിലറുടെ കണക്കുകൂട്ടൽ. എന്നാൽ അജിത് സിനിമയുടെ വിടാമുയർച്ചയ്ക്ക് ബോക്സ് ഓഫീസിൽ നേട്ടമുണ്ടാക്കാനായില്ല. 135 ആഗോള തലത്തിൽ നിന്ന് നേടിയെങ്കിലും ഹിറ്റ് സ്റ്റാറ്റസ് നേടാൻ സിനിമയ്ക്ക് മതിയായില്ല. മഗധ് തിരുമേനി സംവിധാനം ചെയ്ത സിനിമയുടെ ബജറ്റ് 200 കോടിക്ക് മുകളിലാണ്. മംഗാത്ത് എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന് ശേഷം അജിത്ത്, അർജുൻ, തൃഷ കൂട്ടുകെട്ട് വീണ്ടും വെള്ളിത്തിരയിൽ ഒന്നിക്കുന്ന ചിത്രമാണ് വിടാമുയർച്ചി.